സാധനങ്ങളൊക്കെ നോക്കി നടന്നപ്പം കണ്ണിൽപ്പെട്ടത് ദുബായ് ചോക്ലേറ്റ് ആണ് കേട്ടോ. ഒന്നും നോക്കിയില്ല, എടുത്തു 2 ചോക്ലേറ്റ്. ഇന്ന് സാധനങ്ങളൊക്കെ ബില്ല് ചെയ്ത് ഇറങ്ങി ഒരു മനസമാധാനം ഇല്ലാതെ ദുബായ് ചോക്ലേറ്റ് മൊത്തം തിന്നു തീർത്തു. പിന്നെ മോളെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോയി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. വെള്ളം കുടിക്കാൻ പറഞ്ഞേനാട്ടോ അങ്ങനെ വിഷമിച്ചിരുന്ന് വെള്ളം കുടിക്കുന്നേ. പിന്നെ വീട്ടിൽ വന്ന് വേടിച്ച സാധനങ്ങളൊക്കെ ഓരോന്നായി പറക്കി വെക്കുമായിരുന്നു കേട്ടോ. എവിടെ ചെന്നാലും ഞാൻ വേടിക്കും കുറെ പൂവും കായും വിത്തും ഒക്കെ. പക്ഷേ ഈ പ്ലാന്റ് അത് എനിക്ക് വേണ്ടി മേടിച്ചതല്ല കേട്ടോ. അത് ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാ. പ്ലാന്റ് മാത്രമല്ല, കൂടെ കാറും കുറച്ച് ചോക്ലേറ്റ്സും ഉണ്ട്. പിന്നെ ഇന്ന് മേടിച്ച സാധനങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് ബേർഡ് ഫുഡ്സും ഉണ്ടായിരുന്നു. ഇവിടെ കുറച്ച് മരങ്ങൾ ഉണ്ടായിട്ട് നിറച്ച് വൈൽഡ് ബേർഡ്സ് വരാറുണ്ട്. നല്ല ഭംഗിയുള്ള വൈൽഡ് ബേർഡ്സ്. അവർക്കുള്ള ഫുഡൊക്കെ ഞാൻ പുറത്ത് കൊണ്ടുപോയി സെറ്റാക്കി. പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സമയം പോകുന്ന അറിയത്തില്ല കേട്ടോ. അവിടെ നിൽക്കുന്ന തക്കാളിയും ബീൻസും ഒക്കെ നോക്കി കുറേ നേരം അങ്ങനെ നിൽക്കും. ആദ്യമായിട്ട് കാണുന്ന പോലെ പിന്നെ ബീൻസിനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. നേരത്തെ മേടിച്ച കുറച്ച് ഗിഫ്റ്റുമായിട്ട് ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകുക. ഗിഫ്റ്റിന്റെ കൂട്ടത്തിൽ ഒരു ടോയ് കാർ ഉണ്ട്. എന്റെ മോൾ അത് ചൂണ്ടാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ ഒരെണ്ണം മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അവരുടെ വീട്ടിലെത്തി. നല്ല അടിപൊളി ഫുഡൊക്കെ അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് ഒരുപാട് നേരം കത്തിയടിച്ച് രാത്രി ഒത്തിരി സമയം കഴിഞ്ഞാൽ വീട്ടിലെത്തിയത്.